റിവഞ്ച് എന്ന ഒരു റിവഞ്ച് സിനിമയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ്. ലോജിക് ഒന്നും നോക്കാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ് റിവഞ്ച്. അത്യാവശ്യം നല്ല രീതിയിൽ വയലൻസും ചോരക്കളിയും ഒക്കെയുള്ള ഒരു കിടിലൻ ആക്ഷൻ സിനിമയാണ് റിവഞ്ച്. ഫേസ്ബുക്കിലെ ഒരു സ്റ്റോറി വഴിയാണ് ഞാൻ ഈ ഒരു സിനിമയുടെ ചെറിയൊരു ക്ലിപ്പ് കണ്ടിരുന്നത്. അത് തന്നെ എനിക്കൊരു ലോജിക് ഇല്ലായ്മയായിട്ട് എനിക്ക് നന്നായിട്ട് തോന്നിയ ഒരു സിനിമയാണ്. പക്ഷെ എന്നാലും ഞാൻ ഈ സിനിമ കാണാനുള്ളൊരു ഇൻട്രസ്റ്റ് കൂടെ പറഞ്ഞുതരാം. ഈ സീൻ ഇങ്ങനെയായിരുന്നു. ഒരു കൊക്കയിൽ നിന്ന് ഒരു പെൺകുട്ടി താഴേക്ക് വീഴുന്നു. അവളുടെ പിന്നിലൂടെ മുന്നിലേക്ക്, അതായത് ഈ ഒരു ഭാഗത്തേക്ക് വയറ്റിന്റെ മുന്നിലേക്ക് ഒരു മരക്കമ്പ്, താഴെയുള്ള ഒരു ഉണങ്ങിയ മരക്കമ്പ് തറച്ച് കയറുകയാണ്. അതിൽ നിന്നും അവൾ രക്ഷപ്പെടുകയാണ്. അതിൻ്റെ ഒരു ഇല്ലോജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നാവുന്ന വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ് ഈ ഒരു സീൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ആ സീൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതിലൊരു വലിയ ലോജിക് ഒന്നുമില്ല. പക്ഷെ അതിലെ പെൺകുട്ടി, അതിലെ അവതരിപ്പിച്ചിരിക്കുന്ന ആ ഒരു ആക്ട്രസിനെ കാണാൻ ഭയങ്കര ലുക്ക് ആയതുകൊണ്ട് ഞാൻ ഈ സിനിമ ഡൗൺലോഡ് ചെയ്ത് കാണുകയായിരുന്നു. 2017 ഈ ഒരു ഫ്രഞ്ച് ആക്ഷൻ സിനിമ പുറത്തിറങ്ങിയത്. ഞാൻ ഈ ഒരു സിനിമയുടെ ചെറിയൊരു കഥയിലേക്ക് വരാം. റിച്ചാർഡ് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ജെന്നിഫർ എന്ന അദ്ദേഹത്തിന്റെ ഒരു കാമുകിയുമായിട്ട്, നമ്മുടെ കഥാനായികയുമായിട്ട് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത്, ഒരു മരുഭൂമി പോലെയുള്ള ഒരു സ്ഥലത്ത് ഒരു വലിയൊരു റിസോർട്ട് ഉണ്ട്. അവിടേക്ക് ഒരു വീക്കെൻഡ് ആഘോഷിക്കാനായിട്ട് അവർ എത്തുകയാണ്. സെക്ഷൽ കാര്യത്തിനൊക്കെയാണ് അവർ എത്തുന്നത്. റിച്ചാർഡ് ഓൾറെഡി മാരീഡ് ആണ്. അങ്ങനെ ഇവരുടെ പരിപാടികൾ, ഡിംഗോൾഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം രാവിലെ റിച്ചാർഡിന്റെ 2 സുഹൃത്തുക്കൾ, ദിമിത്രി എന്നും സ്റ്റാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സുഹൃത്തും കൂടെ അവിടേക്ക് എത്തിച്ചേരുകയാണ്. അപ്പൊ അത് ജെന്നിഫറിന് അറിയില്ലായിരുന്നു. ഇങ്ങനെ 2 സുഹൃത്തുക്കൾ വരുന്ന കാര്യം ജെന്നിഫറിന് അറിയില്ലായിരുന്നു. അങ്ങനെ ഇവര് ജെന്നിഫറിനെ കണ്ടപ്പോൾ തന്നെ ജെന്നിഫറിനോട് ഒരു അട്രാക്ഷൻ തോന്നുന്നു. അങ്ങനെ പൊളൈറ്റ് ആയിട്ട് തന്നെ അവർ കാര്യം ചോദിക്കുന്നു. ഇന്ന് രാത്രി എൻ്റെ കൂടെ കിടക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. വളരെ മാന്യമായിട്ട് തന്നെ ദിമിത്രി ജെന്നിഫറിനോട് ചോദിക്കുന്നു. പക്ഷേ അതിലും നല്ല മാന്യതയോടുകൂടെ തന്നെ ജെന്നിഫർ അത് നോ എന്ന് പറയുകയാണ്. അങ്ങനെ അവിടുന്ന് അതൊക്കെ ആ നോയൊക്കെ അക്സെപ്റ്റ് ചെയ്ത് പിറ്റേന്ന് രാവിലെ ആയ സമയത്ത് ദിമിത്രിക്ക് പിടിവിട്ടു. ദിമിത്രിയും മറ്റവനും കൂടെ റിച്ചാർഡ് അറിയാതെ ജെന്നിഫറിനെ കയറി റേപ്പ് ചെയ്യാണ്. അങ്ങനെ റിച്ചാർഡ് വന്ന് നോക്കിയ സമയത്ത് കട്ടിലിൽ കിടന്ന് കരയുന്ന ജെന്നിഫറിനെയാണ് കാണുന്നത്. അവർക്കെതിരെ ആക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ബന്ധം ഞാൻ തൻ്റെ ഭാര്യയോട് പറയുമെന്ന് ജെന്നിഫർ റിച്ചാർഡിനോട് പറയുന്നു, ദേഷ്യപ്പെടുന്നു. റിച്ചാർഡിനാണെങ്കിൽ സുഹൃത്തുക്കളെ പിണക്കാനും വയ്യ, ഇവളെ പിണക്കാനും വയ്യ, ആകെ ആശയക്കുഴപ്പത്തിലാവുന്നു. അങ്ങനെ റിച്ചാർഡും ഈ 3 സുഹൃത്തുക്കളും കൂടെ ഈ ജെന്നിഫറിനെ അങ്ങ് കൊന്നുകളയാം എന്ന് വിചാരിക്കും. അങ്ങനെ അവരൊരു കൊക്കയുടെ മേലെ വെച്ചിട്ട് ജെന്നിഫറിനെ താഴേക്ക് തള്ളിയിട്ട് കൊലപാതകം ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ ജെന്നിഫർ താഴെ വീഴുന്നു. പിന്നെ ഞാൻ ഈ വീഡിയോയുടെ തുടക്കം പറഞ്ഞതുപോലെ തന്നെ ജെന്നിഫർ രക്ഷപ്പെടുകയാണ്. വളരെ ഇല്ലോജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യത്തിലൂടെയാണ് ജെന്നിഫർ രക്ഷപ്പെടുന്നത്. അതിനുശേഷം ജെന്നിഫർ തിരിച്ചു വന്ന് ഈ 3 പേരോടും പ്രതികാരം ചെയ്യുന്ന ഒരു സീനുണ്ട്. അതാണ് അത്യാവശ്യം ത്രില്ലടിച്ച് കാണാൻ പറ്റിയ ഒരു സീൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ചെറിയ കാര്യം, ജെന്നിഫർ രക്ഷപ്പെടുന്ന ആ ഒരു അത്രയും അപകടത്തിൽ പെട്ടിട്ടും അവൾ രക്ഷപ്പെടുന്ന ആ ഒരു കാര്യത്തിൽ മാത്രം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇതൊരു സൂപ്പർ സിനിമയാണ്. ഒറ്റത്തവണ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു ആക്ഷൻ സിനിമയാണ് റിവഞ്ച്. കാണാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും കാണുക. അപ്പൊ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയുടെ കഥയിട്ട് വരാം. ബൈ.